കാവശ്ശേരി പൂരത്തിന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് നമ്മുടെ വെള്ളം തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാതെ നമുക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. വെള്ളം നന്നായി ചിലവായി പോകും കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവായി പോകുന്നത് നമ്മുടെ ബിരിയാണിയാണ് കേട്ടോ. സ്പോട്ടിൽ ബിരിയാണി വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഫുൾ ആൾക്കാർ, അവിടെയാണ് നല്ലോണം ചിലവായി പോകുന്നുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാർക്കും നല്ലോണം കച്ചവടം കിട്ടിയിട്ടുണ്ട്. ഉള്ളിയരം ദേശത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞു. അപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദേശത്തിന്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ടാട്ടോ എല്ലാവരോടും പെരുമാറുന്നത്. ഇത്രയും ക്രൗഡ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദേശത്തിന്റെ വെടിക്കെട്ട് തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം കൂട്ടായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏകദേശം പകുതിയോളമായി. ചുറ്റും മൊത്തം പുകയും പൈപ്പും കഷ്ണം ഉണ്ടോ വരുന്നത്. പൈപ്പും കഷ്ണം നിറയെ വരുന്നുണ്ട്. അപ്പോൾ ചുറ്റും മൊത്തം പുകയാണ്. അപ്പോൾ അതേപോലെ പൈപ്പും കഷ്ണവും പേപ്പർ കഷ്ണമൊക്കെ ഇങ്ങനെ മേലിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. അതാ നമ്മുടെ കത്തിപ്പോയ നമ്മുടെ വെടിക്കെട്ട് കത്തിപ്പോയ സ്ഥലത്ത് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ്. പാടാണ് മൊത്തം. ആറ്റി ഈ ഭാഗത്തേക്ക് ആയതുകൊണ്ടേ ലാസ്റ്റ് കൂട്ട് നടക്കുന്ന ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. മൊത്തം പുകയായിരുന്നു. പക്ഷെ സൗണ്ട് എഫക്റ്റ് അത് പിന്നെ പറയേണ്ടതില്ല. ഒരു രക്ഷയില്ല. കഴിഞ്ഞക്കാർ നടത്തിയ വെടിക്കെട്ട് അടിപൊളി, പറയാൻ വാക്കുകളില്ല. അടിപൊളി. ഇവിടെ മൊത്തം പുകയുണ്ട്. എല്ലാവരും കണ്ണിലേക്ക് മൊത്തം നേറുന്നുണ്ട്. എനിക്ക് മൊത്തം നേറുന്നുണ്ട്. വെടിക്കെട്ടിന്റെ പല ഭാഗത്തും കത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കത്തിയ ഭാഗത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മുപ്പേ. അപ്പോൾ ആൾക്ക് ഉത്തരവാദിത്വ ബോധമുണ്ട്.